സൂയിസൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഈ സിനിമ കാണുന്ന പോലെ പെട്ടെന്ന് ഷോക്ക് ന്യൂസ് വരുന്നു, അപ്പോഴത്തേക്കും ആൾ ഓടിപ്പോയി കിണറിൽ ചാടുന്നു, അല്ലെങ്കിൽ ഇമ്പൾസീവായിട്ട് നിന്ന് ചാടുന്നു. അത് ഇമ്പൾസ് സൂയിസൈഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് അതല്ല ശരിക്കും സംഭവം. മെജോറിറ്റി ആൾക്കാർക്കും അണ്ടർലൈങ് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാണും, ഒരുപാട് നാളെ സ്ട്രെസ്സ് കാണും. അപ്പം പലരും ഇങ്ങനെ ഈ സൂയിസൈഡ് ചെയ്യണോ, മരണപ്പെടണോ, ഈ ജീവിതം ഇഷ്ടപ്പെടുന്ന എന്താ തോട്ട്സ് കുറേ നാൾ കാണും. കുറേ നാളും പല തവണ അവർ ചിന്തിക്കും, ഇന്ന് സൂയിസൈഡ് ചെയ്യാം, നാളെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞ് മാസങ്ങളോളം ആയിരിക്കും നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ചിലപ്പം ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് ധൈര്യം കൂടിയിട്ട് കയറി ചെയ്യുന്നതാണ്. അപ്പം അതാണ് മെജോറിറ്റി സൂയിസൈഡ്. അപ്പം ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ പുറത്ത് കാണുമ്പം ഈ ചിരിക്കും കളിച്ചും നമ്മളെ സുഖമാണൊക്കെ ചോദിച്ച് സംസാരിക്കുമെങ്കിലും ചിലപ്പം വീട്ടിൽ പോയിട്ടും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഇതൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് മെജോറിറ്റി കാര്യങ്ങൾ. അപ്പം ഈ പറഞ്ഞ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ എന്തെങ്കിലും അണ്ടർലൈങ് ആങ്സൈറ്റിയോ എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ മെജോറിറ്റി നമ്മുടെ പോപ്പുലേഷനിൽ സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് എന്താണ്? ഇപ്പം പഴയ പോപ്പുലേഷനാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർ എപ്പോഴും പറയും പണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് അവർക്ക് ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. പണ്ടാണെങ്കിൽ ഫുഡിൻ്റെ കഷ്ടപ്പാടായിരുന്നു, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈഫ് ഇസ് മച്ച് മോർ ഈസിയർ, മച്ച് ബെറ്റർ. അത് നല്ല കാര്യമാണ്. ഇപ്പം നമുക്ക് ലൈഫിൽ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സും കാര്യങ്ങളും അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് നോക്കുമ്പം അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രെസ്സ് എക്സാം ആയിരിക്കും. അപ്പം അതാണ് ഈ എക്സാമിന് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നുണ്ട്. അപ്പം അത് ഫേസ് ചെയ്യുമ്പം പെട്ടെന്ന് വിഷമം വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ത്രഷോൾഡ് കാണും. അപ്പോൾ അതിപ്പോൾ കുറവാണ്. അതൊക്കെയാണ് റീസൺ. പിന്നെ അതിൻ്റെ റീസൺ ബാക്കി ഈ സ്ട്രെസ് അഡ്രസ്സ് ചെയ്യുന്നില്ല, പാരൻസിനോട് സംസാരിക്കുന്നില്ല, ഒരു കൗൺസിലേഴ്സ് ഒന്നുമില്ല.